ശരി, വളരെ നന്ദി പ്രണവ്. ഇപ്പോൾ അവരെ എത്തിക്കുന്നതിൻ്റെ ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ മാതൃഭൂമി ന്യൂസിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എയർലിഫ്റ്റ് ചെയ്ത ശേഷം അവരെ എത്തിക്കുന്നതിൻ്റെ ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ. അങ്ങനെ അതീവ ദുഷ്കരമായിട്ടുള്ള ഒരു രക്ഷാപ്രവർത്തനത്തിന് എന്തായാലും പരിസമാപ്തി ഉണ്ടായിരിക്കുന്നു. ആശ്വാസകരമായ പരിസമാപ്തി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. കുടുങ്ങിയ 3 പേരെയും സൂചിപ്പാറയിലെ ആ ചെങ്കുത്തായ പ്രദേശത്ത് നിന്നും അവരെ സുരക്ഷിത ഇടങ്ങളിലേക്ക് ഇപ്പോൾ എയർലിഫ്റ്റ് ചെയ്തുകൊണ്ട് ഹെലികോപ്റ്റർ പറന്നുയർന്നതിൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ രക്ഷാപ്രവർത്തനത്തിനായി മറ്റുള്ളവരുടെ രക്ഷാകരം തേടി മറ്റ് മൃതദേഹങ്ങൾ തേടിയിറങ്ങിയ ആളുകളെ രക്ഷിക്കേണ്ടി വരുന്ന ഒരു ദുരവസ്ഥ കൂടി ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. അഭിലാഷ് മോഹനം ചേരുന്നുണ്ട്. അഭിലാഷ്, എന്തായാലും നമുക്ക് ഈ കഴിഞ്ഞ നെഞ്ചിടിപ്പിൻ്റെ മണിക്കൂറുകൾ കഴിഞ്ഞു വരുമ്പോൾ ആശ്വാസത്തിൻ്റെ നിമിഷത്തിലേക്ക് എത്തുന്നു. വലിയ വെല്ലുവിളി നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിലാണ് രക്ഷാപ്രവർത്തനം സാധ്യമായത്. അതിൻ്റെ വിവരങ്ങളിലേക്ക് പ്രതീക്ഷ ദൃശ്യങ്ങൾ കാണാമോ? ഇതാ ഇപ്പോൾ ഹെലികോപ്റ്റർ എനിക്കിവിടെ നിന്നാൽ കാണാം. ഈ റെസ്ക്യൂ മിഷന്റെ ഭാഗമായി ഹെലികോപ്റ്ററുകൾ ഇതാ ഇപ്പോ എയർലിഫ്റ്റിംഗിന് ശേഷം വന്നുകൊണ്ടിരിക്കുകയാണ്. റെസ്ക്യൂ മിഷന്റെ ഭാഗമായി ഹെലികോപ്റ്ററുകൾ ഇതാ ഇപ്പോൾ എയർലിഫ്റ്റിംഗിന് ശേഷം വന്നുകൊണ്ടിരിക്കുകയാണ്. 3 പേരെയും എയർലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ സൈന്യത്തിന്റെ ഭാഗത്തു നിന്ന് നിർദ്ദേശങ്ങൾ, ഞങ്ങൾക്കടക്കം നിർദ്ദേശങ്ങൾ കിട്ടി. എല്ലാവരും ഒരു ഡ്രോൺ പറത്തുന്നത് അവസാനിപ്പിക്കണം. ഒപ്പം തൊപ്പികൾ, കാരണം തൊപ്പികളൊക്കെ പറന്നു പോകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് തൊപ്പികൾ ഒഴിവാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇതാ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതാനും മിനിറ്റുകൾക്കൊക്കെ 1-2 മിനിറ്റുകൾക്കുള്ളിൽ ഇവിടെ ഈ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യും. ഇപ്പോൾ അന്തരീക്ഷത്തിൽ കാണുന്നത് ഈ റെസ്ക്യൂ ഹെലികോപ്റ്ററാണ്. ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഹെലികോപ്റ്റർ ഈ 3 പേരെയും എയർലിഫ്റ്റ് ചെയ്ത് ഇവിടെ ഇറക്കുകയാണ്. ദൃശ്യങ്ങളിൽ തത്സമയം കാണാം. ആ ഹെലികോപ്റ്റർ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം ഇവിടെ ലാൻഡ് ചെയ്യും. അവരെ എയർലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് ഇവിടെ ആംബുലൻസിലേക്ക് മാറ്റാനുള്ള ആംബുലൻസ് ഇവിടെ തയ്യാറാണ്. ഇതാ ഞങ്ങൾ എന്റെ തലയ്ക്ക് മുകളിലൂടെയാണ് ഇപ്പോൾ ഈ ഹെലികോപ്റ്റർ പോകുന്നത്. ഈ ഹെലികോപ്റ്റർ ഇപ്പോൾ ഇവിടെ ലാൻഡ് ചെയ്യും. ഹെലികോപ്റ്റർ വട്ടവിട്ട് പറക്കുകയാണ്. ഇപ്പോൾ ഇന്ത്യൻ സൈനികർ കൈകൾ വിരിച്ച് അവരെ താഴെ എത്തിച്ചാൽ അവരെ കൊണ്ടുപോകാനുള്ള സ്ട്രക്ചർ അടക്കം തയ്യാറാണ്. അവർ അതുമായി നിൽക്കുകയാണ്. ആർമിയുടെ ആംബുലൻസ് ബെയിലി പാലത്തിന്റെ ഇപ്പുറം സജ്ജമാണ്. ഹെലികോപ്റ്റർ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ താഴ്ന്നു പറക്കുകയാണ്. സൂചിപ്പാറയിൽ കുടുങ്ങിപ്പോയ 3 പേരെയും എയർലിഫ്റ്റ് ചെയ്ത് ഇപ്പോൾ കൊണ്ടുവരികയാണ്. നിലമ്പൂർ ഭാഗത്ത് നിന്ന് റെസ്ക്യൂവിന് പോയവർ എന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഈ 3 പേരെയും എയർലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഹെലികോപ്റ്റർ ഇപ്പോൾ ഇവിടെ ലാൻഡ് ചെയ്യാനുള്ള ഒരുക്കത്തിലാണ്. ഹെലികോപ്റ്റർ ഇപ്പോൾ താഴ്ന്നു പറക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം ഇതിവിടെ ലാൻഡ് ചെയ്യും. എല്ലാ സുരക്ഷാ നിർദ്ദേശങ്ങളും ഇപ്പോൾ മെഗാഫോൺ വഴി ആർമി ഉദ്യോഗസ്ഥർ നൽകി, കേരള പോലീസും നൽകി, സുരക്ഷാ നിർദ്ദേശങ്ങൾ നൽകി. ഇവിടെ നിൽക്കുന്ന മാധ്യമ പ്രവർത്തകരടക്കമുള്ള ആളുകൾക്ക് നിർദ്ദേശങ്ങൾ നൽകി. അല്പസമയത്തിനകം ഈ 3 പേരെയും കൊണ്ടുള്ള ഹെലികോപ്റ്റർ ഇവിടെ ലാൻഡ് ചെയ്യും. അത് ഈ ചൂരൽമലയിൽ മുൻപ് ക്ഷേത്രം നിന്നിരുന്ന ഭാഗത്തായിട്ടാണ് ഹെലികോപ്റ്റർ ഇറങ്ങുക. അതിന് തൊട്ടടുത്തായിട്ട് ആർമിയുടെ ആംബുലൻസ് പാർക്ക് ചെയ്തിട്ടുണ്ട്. ആർമിയുടെ ആംബുലൻസിൽ നിന്ന് സ്ട്രക്ചറുകളുമായി ഇവരെ 3 പേരെയും കയറ്റാനുള്ള സ്ട്രക്ചറുകളുമായി സൈനികർ തയ്യാറാണ്. ഇപ്പോൾ ഹെലികോപ്റ്റർ താഴ്ന്ന് വരികയാണ്. ഹെലികോപ്റ്റർ ലാൻഡിങ്ങിന് ഒരുങ്ങുകയാണ്. ചൂരൽമലയ്ക്ക് മുകളിലൂടെ ഇതാ ഹെലികോപ്റ്റർ അല്പസമയത്തിനകം ഹെലികോപ്റ്ററിന്റെ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഹെലികോപ്റ്റർ ഇപ്പോൾ താഴ്ന്ന് പറക്കുകയാണ്, ലാൻഡ് ചെയ്യുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം ഈ റെസ്ക്യൂ പ്രവർത്തനം പൂർണ്ണമാകും. ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിലമ്പൂരിൽ നിന്ന് പോയി രക്ഷാപ്രവർത്തനത്തിന് പോയി സൂചിപ്പാറയിൽ കുടുങ്ങിയ 3 പേരെ ഇവാക്വേറ്റ് ചെയ്തുകൊണ്ട് ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഹെലികോപ്റ്റർ ഇവിടെ താഴ്ന്ന് ഇറങ്ങാൻ പോകുന്നു. റെസ്ക്യൂ മിഷൻ അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഘട്ടത്തിലാണ്. ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുകയാണ്. ഹെലികോപ്റ്റർ ലാൻഡ്